തിരുവനന്തപുരത്ത് നിന്ന് തട്ടിപ്പിന്റെ ഒരു വാർത്ത വരുന്നു. വീണ്ടും കോടികളുടെ സഹകരണ തട്ടിപ്പ്. തിരുവനന്തപുരം ജില്ലാ ടാക്സി ഡ്രൈവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് തട്ടിപ്പ്. കഴിഞ്ഞ നവംബർ മുതലാണ് തട്ടിപ്പ് മനസ്സിലായത്. നിക്ഷേപിച്ച തുക നൽകാൻ പണമില്ലെന്നാണ് മറുപടി. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് നിക്ഷേപകരുടെ തീരുമാനം. അതെ, അവർ പറയുന്നത് പൈസ കിട്ടുന്നതനുസരിച്ചിട്ട് തിരിച്ചു തരാം. ഇപ്പം കുറച്ച് ഫൈനാൻഷ്യൽ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു. നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മാത്രമല്ല ഇവിടുത്തെ നിയമത്തിൻ്റെ അതോറിറ്റീസിനും ഒക്കെ ആയിട്ട് നമ്മൾ കത്തിടപാടുകൾ നടത്തുകയും പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുടുംബാംഗങ്ങളിൽ കൂടുതൽ പേർക്ക് ഇവിടെ നിക്ഷേപമുണ്ട്, പേഴ്സണൽ നിക്ഷേപങ്ങൾ. അപ്പോൾ അവരാവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിൽ പോകാതെ ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചതാണ്. കുടുംബാംഗങ്ങൾക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കോടി രൂപ, 5-10 ലക്ഷമായിട്ട് ഓരോ 51 കുടുംബങ്ങളുണ്ടല്ലോ. കാരണം ഈ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു ശാഖയാണിത്. പക്ഷേ ഇപ്പം ഞങ്ങൾ അറിയുന്നതെന്ന് വെച്ചാൽ ഈ ശാഖയിലുള്ള നിക്ഷേപങ്ങളും കൂടെ അവരെല്ലാം മെയിൻ ശാഖയിലേക്ക് കൊണ്ടുപോയി അവിടെ വലിയ വിഡ്രാവലൊക്കെ നടന്നപ്പോൾ അതിലേക്ക് കൊടുത്തു എന്നാണ് അറിയുന്നത്. ഈ ബോർഡ് മെമ്പേഴ്സും എല്ലാം ഉത്തരവാദികൾ. അല്ലെങ്കിൽ അവർ വന്ന് നമ്മളിതിൽ വിലക്കണമായിരുന്നു. ഈ ഡെപ്പോസിറ്റേഴ്സ് വരുമ്പോൾ അവർ പറഞ്ഞു വിടണമായിരുന്നു. എല്ലാവരും സുഖമായിട്ട് കണ്ണടച്ച് നിന്നിട്ട് ഇപ്പോൾ പ്രസിഡന്റും സെക്രട്ടറി ഒഴികെയുള്ള ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനൊന്നും ഈ അയലത്ത് പോലും കാണാനില്ല. എൻ്റെ മകൾക്ക് 1 വർഷത്തെ പഠനം വരെ നിഷേധിക്കപ്പെട്ടു ഈ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ. എനിക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കുട്ടികളെ പിടിക്കും. ചിലർ മുങ്ങി അടക്കുന്നു. ഇതെല്ലാം ഈ പാവങ്ങളെ പറ്റിച്ചാണ്. ഇവരെല്ലാം പിഗ്മി കളക്ഷൻ ഇല്ലേ, പിഗ്മി കളക്ഷൻ ഉണ്ട്. സുനിഷ അയ്യലൂരാണ് ചേരുന്നത്. സുനിഷ, നിക്ഷേപകരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. നോക്കൂ, ഒരാളുടെ കുട്ടിയുടെ പഠനം മുടങ്ങുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നതാണ്. എത്രത്തോളം വ്യാപ്തിയുണ്ട് തട്ടിപ്പിന്? സഹകരണ മേഖലയിൽ നമ്മൾ പൊതുവെ കാണുന്ന സ്വഭാവം തന്നെയാണ് ഈ തട്ടിപ്പിനും, അല്ലേ സുനിഷ? അതേ വിനിത, അത്തരമൊരു സ്വഭാവം തന്നെയാണ് ഈ തട്ടിപ്പിനുമുള്ളത് എന്നുള്ളതാണ്. ടാക്സി ഡ്രൈവേഴ്സിന്റെ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച ആളുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നിരവധി ആളുകൾ, ഇത് 1-2 ആളുടെ പ്രശ്നമല്ല, ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ 80-ലധികം ആളുകൾ ഇത്തരത്തിൽ നിക്ഷേപം നൽകി പക്ഷേ പണം തിരിച്ചു കിട്ടാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെ നിക്ഷേപകർ പറഞ്ഞതുപോലെ കഴിഞ്ഞ നവംബർ മാസം മുതലാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഇവർക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. നവംബർ മാസത്തിൽ പണം ആവശ്യപ്പെട്ട സഹകരണ സംഘത്തിൽ എത്തിയപ്പോഴാണ് പണം തിരിച്ചു നൽകാനില്ല എന്ന മറുപടി ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പല രീതിയിലും പലയിടത്തും അടക്കം ഈ പരാതികളുമായി എത്തുകയും ചെയ്യുന്നത്. പക്ഷേ പരാതിയിലൊന്നും തന്നെ ഒരു നടപടിയോ തീരുമാനമോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. 1-2 അല്ല, കോടികളുടെ കണക്കുകളാണ് ഇപ്പോൾ തട്ടിപ്പായി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഒരാൾക്ക് തന്നെ 10-30-50 ലക്ഷം വരെയും ഇങ്ങനെ നിക്ഷേപം നടത്തി തിരിച്ചു കിട്ടാത്ത ഒരു സ്ഥിതി നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ബ്രാഞ്ചിലെ മാത്രമാണ്, മറ്റു ബ്രാഞ്ചുകളിലും സമാനമായ സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ഈ നിക്ഷേപകർ പറയുന്നത്. ഈ പണം തിരിച്ചു നൽകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള നീക്കം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, ബോർഡ് അംഗങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല, അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും ഇവരെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത് കണ്ടുകിട്ടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണം കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തന്നെ അവർ ഇതുവഴി തട്ടിപ്പ് നടത്തിയത് എത്ര എന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നിക്ഷേപകർ പറയുന്നത്. അല്ല എങ്കിൽ കൃത്യമായ ഒരു മറുപടി അത് അധികൃതരുടെ ഭാഗത്തു നിന്നും വേണമെന്നുള്ളതാണ് വിനീത. ശരി, അതാണ്, നടപടി ഉണ്ടായേ മതിയാകും. അത്രയധികം ദുരിതമാണ് നിക്ഷേപകർ അനുഭവിക്കുന്നുമുണ്ട്. പലരുടെയും പഠനവും വിവാഹവും ഒക്കെ മുടങ്ങുന്ന നിലയിലാണ് പല സഹകരണ തട്ടിപ്പുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്.